ബിഗ് ബോസ് സീസൺ 6 നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബിഗ് ബോസ് ഹൌസിൽ നിന്നും ഗബ്രി പുറത്തായിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഈ കേരളക്കാരെ കംപ്ലീറ്റ് കണ്ടൊരു കാര്യമാണ്. എന്നാലും ഈ ഒരു ലാസ്റ്റ് എവിക്ഷനിലെ കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് അൻസിബയും ഋഷിയും ജാസ്മിനും ഗബ്രിയുമാണ് ഇവിടെ നോമിനേഷനിൽ ലാസ്റ്റ് വരുന്നത്. എവിക്ഷൻ പ്രക്രിയയിൽ ലാസ്റ്റ് വരുന്ന 4 ആൾക്കാർ. അതിൽ നിന്നും അൻസിബയും ഋഷിയും സേവ് ആയിട്ടുണ്ട്. ജാസ്മിനും ഗബ്രിയുമാണ് ഏറ്റവും ഫൈനലിലേക്ക് വന്നത്. അതിൽ നിന്ന് എന്തായാലും ജാസ്മിൻ ഔട്ട് ആക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. കാരണം ജാസ്മിനാണ് കപ്പ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ അവിടെ സേഫായി, ഗബ്രിയുടെ ഔട്ടായി. ഇവിടെ യഥാർത്ഥത്തിൽ നടന്ന കാര്യമെന്ന് പറയുന്നത്, ഗബ്രി എന്നുള്ള ഒരു വ്യക്തി ബിഗ് ബോസ് ഹൌസിലേക്ക് കളിക്കാനായിട്ട് ഇൻഡിവിജ്വലായിട്ട് കളിക്കാനായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ പ്രായത്തിന്റെ തിളപ്പെന്ന് പറയാം, ജാസ്മിനെ പോലെ ഒരുത്തി തൊട്ട് തടവി സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും വന്ന കാര്യം മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ ഇവിടെ എന്നിട്ട് ജാസ്മിൻ സേഫ് ആവുകയും ഗബ്രി ഔട്ട് ആവുകയും ചെയ്തു. ഈ ഗബ്രി എന്ന് പറഞ്ഞ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കാൻ കാരണം ഈ ജാസ്മിനാണ്. ജാസ്മിന്റെ നാടകങ്ങളാണ്, ജാസ്മിന്റെ പ്രണയ നാടകങ്ങളാണ് ഇവിടെ ഈ ഗബ്രി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഹെയ്റ്റേഴ്സ് ജനങ്ങളിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വെറുപ്പ് ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ വന്ന ലക്ഷ്യം എന്താണോ അത് മറന്നിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ആരുടെയും ഗതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പ്രണയത്തിലൊക്കെ ചെന്ന് വീഴുന്നത്. ജെന്യുവൻ ആയിട്ടുള്ള പ്രണയങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഗബ്രി വന്നത് എന്തിനാണെന്നും വന്ന എല്ലാ കാര്യങ്ങളും ഗബ്രി മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. അതല്ലാതെ ഗബ്രി ഈ ഒരു ജാസ്മിനായിട്ടുള്ള ഒരു കൂട്ടിലോട്ട് പോയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ 100% നല്ല കരുത്തോടെ ജയിച്ചു കപ്പ് നേടാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലെയർ തന്നെയാണ് ഗബ്രി. ഗബ്രി ഈ ജാസ്മിനുമായിട്ട് അടുത്തിരുന്നിരുന്നിരുന്ന അവസാനം സ്വന്തമായിട്ട് കുറെയൊക്കെ ഐഡിയകൾ എവിടെ നിന്നൊക്കെ, സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല, എന്നാലും പുറത്തുനിന്നൊക്കെ ആയാലും എവിടെ നിന്നൊക്കെ ആയാലും കുറെ ഐഡിയാസ് ഒക്കെ കിട്ടി. അങ്ങനെ ജാസ്മിനായിട്ട് ഒട്ടിയിരിക്കുന്നതല്ല ഗെയിം എന്നുള്ളത് ഗബ്രി ഏതൊക്കെയോ നിമിഷങ്ങളിൽ മനസ്സിലാക്കിയ സമയത്ത് ഒരുപാട് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ട കാര്യമാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ആക്കി 100% മനസ്സോടെയും ഗബ്രിക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഗെയിം കളിക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജാസ്മിനായിട്ടുള്ള കൂട്ടാണ്. അതിനെ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഒരിക്കൽ വിളിക്കുന്നു, അതിന് ലവ് എന്ന് ഒരിക്കൽ വിളിക്കുന്നു, പിന്നെ അത് ഇല്ല എന്ന് പറയുന്നു, പിന്നെ അത് ഉണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ അവര് തമ്മിലുള്ള ഒരു കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ഒരു പാറിപ്പറന്ന് നടന്ന സമയത്ത് ഗബ്രി വന്ന കാര്യം എന്തിനെന്നുള്ളത് ഗബ്രി മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. ഇന്നലത്തെ ലാസ്റ്റ് എവിക്ഷൻ മൊമെന്റ്സ്, അതായത് ജാസ്മിനും ഗബ്രിയും അതിൽ നിന്ന് ആര് പോകും എന്നുള്ള ആ മൊമെന്റ് മുതൽ ഈ എപ്പിസോഡിന്റെ അങ്ങേ അറ്റം വരെയുള്ള ഏറ്റവും അവസാനം വരെയുള്ള സീൻ എന്ന് പറയുന്ന ഭയങ്കര ഫേക്ക് എന്ന് പറഞ്ഞത് കണ്ടോണ്ടിരിക്കണം. നമുക്ക് മനസ്സിലാവൂല ഇത് ഫേക്ക് ആണെന്നുള്ളത്. എന്തൊരു നാടകമാണ്. ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അത് ചിരിക്കുകയാണോ കരയാണെന്നൊന്നും മനസ്സിലാക്കുന്നില്ല. എന്തൊക്കെയോ കിടന്ന് കോലാഹലങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്തൊക്കെയോ കോലാഹലങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ പറയാലോ, ഞാൻ 98% വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും പുറത്തുപോയ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്നേ ദിവസം വരെ പുറത്തുപോയ ആൾക്കാരിൽ നിന്നും ഒരാളെ തിരിച്ചു കയറ്റും എന്നുള്ളൊരു എപ്പിസോഡ് വരും. അങ്ങനെ ഒരു തീരുമാനം വരും. അതിൽ ഗബ്രി തിരിച്ചു വരികയും ചെയ്യും. അപ്പോഴത്തേക്കും ജാസ്മിന് 100 കോടി, അതായത് ഇത്രയും നാളും വിഷമിച്ച് ഒതുങ്ങിക്കൂടിയിരുന്ന ജാസ്മിന് 100 കോടി അടിച്ച സന്തോഷം വരും. അതൊക്കെ വളരെ ഹൈലൈറ്റ് ആയിട്ടും വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള BGM ഒക്കെ ഇട്ട് കാണിക്കുന്നതായിരിക്കും. വളരെ സ്ലോ മോഷനിലൊക്കെ അതൊക്കെ കാണിക്കുന്നതായിരിക്കും. ഗബ്രി വന്ന് വാതിലിൽ നിൽക്കുന്നു, ജാസ്മിൻ അത് കാണുന്നു, ജാസ്മിന് 100 കോടി അടിച്ച സന്തോഷം കാണുന്നു, ഓടിപ്പോകുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ അടുത്ത എപ്പിസോഡുകളാണ് എന്ന് ഞാൻ 98% വിശ്വസിക്കുന്നുണ്ട്. കാരണം വളരെ ഫേക്ക് ആയിട്ടാണ് ഇത് കംപ്ലീറ്റ് കാണിച്ചത്. എനിക്ക് വ്യക്തമായി നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുമ്പോൾ, ഇത്രയും ആൾക്കാർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയല്ലോ, ഇവരെല്ലാരും ലാലേട്ടന്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് അവര് അവിടെ സന്തോഷത്തോടെയും സങ്കടത്തോടെയും സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും നിന്ന എല്ലാ മൊമെന്റ്സും എല്ലാവരുമായിട്ടുള്ള മൊമെന്റ്സും ആണ് കാണിക്കുന്നത്. ഇവിടെ
എന്താണ് കാണിച്ചത്? ഗബ്രി ഔട്ടായപ്പോ എന്തോന്നാണ് കാണിച്ചത്? ജാസ്മിൻ എന്ന വ്യക്തിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അയ്യോ, ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ, വേറൊന്നുമല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കണമെങ്കിൽ നിങ്ങളെ വിവരമില്ലായ്മയാണ്. ഇത് ഫ്രണ്ട്ഷിപ്പാണ്. ആ ഫ്രണ്ട്ഷിപ്പിനെ സ്ലോ മോഷനിൽ കാണിച്ചു. പിന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, വേദനകരമായ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു BGM മ്യൂസിക് ഒക്കെ ഇട്ട് വളരെ സ്ലോ മോഷനിൽ കാണിപ്പിച്ചു. കേരളക്കര ഒട്ടാകെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ്, അവര് പിരിയുന്നത് ഇണക്കുരുകൾ പിരിയും പോലെയാണ് എന്നൊക്കെ കാണിച്ച് ഈ ബിഗ് ബോസ് മാമനുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആ എപ്പിസോഡും ഞാൻ പറഞ്ഞില്ലേ, ആ ലാസ്റ്റ് മൊമെന്റ് കംപ്ലീറ്റ് അങ്ങ് പച്ച നാടകമാക്കി കളഞ്ഞു. ഇതിലൂടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ജാസ്മിനും ഗബ്രിയും ഫ്രണ്ട്ഷിപ്പാണ്, അവരിലുള്ളിൽ എന്താണ് മുൻജന്മ സൗഹൃദങ്ങളുണ്ട്, ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട്, ഇവര് ഫേക്കല്ല. ഗബ്രി പോയാലും ഈ ഒരു BGM ഇട്ട് കാണിച്ച റൊമാൻറ്റിക് മ്യൂസിക്കിന്റെ പേരില് നമ്മൾ ഗബ്രിക്ക് വേണ്ടിയും ജാസ്മിൻ ഇവിടെ വോട്ട് കിട്ടും. ജാസ്മിൻ ഇന്നസെന്റ് ആണ്, ജാസ്മിൻ ഫേക്ക് അല്ല, ജാസ്മിൻ ഗബ്രിയെ നല്ല കെയർ ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ബിഗ് ബോസ് മാമൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം ഇവിടെ കരാർ ഇരിക്കുകയല്ലേ ജാസ്മിന് കപ്പ് കൊടുക്കുമെന്ന്. അപ്പം വോട്ട് കിട്ടാതെ എങ്ങനെയാണ് ഇവിടെ ജാസ്മിന് കപ്പ് കൊടുക്കുന്നത്? ഇനി വോട്ടിന്റെ കാര്യം സംസാരിക്കാം. എനിക്ക് ഭയങ്കരമായിട്ടൊരു സംശയം ഉണ്ടായിരുന്നൊരു കാര്യമാണ് വോട്ടിന്റെ ബേസിൽ ഇവിടെ ആൾക്കാരെ നിർത്തോ ഇല്ലയോ എന്നുള്ളത്. എനിക്കത് ഭയങ്കര സംശയമാണ്. പക്ഷെ ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇന്നലെ ഒരു 95% വിശ്വസിച്ച് പോയൊരു കാര്യമുണ്ട്. അതായത് ജനങ്ങൾ കൊടുക്കുന്ന വോട്ട് അവര് മാന്യമായി അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു 5% ഞാൻ വിശ്വസിക്കുന്നില്ല. 5% ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. 95% എനിക്ക് ഒരു വിശ്വാസം വന്നു തുടങ്ങി. കാരണം അഖിൽമാരും പറഞ്ഞിട്ടുണ്ട് വോട്ടിന്റെ കാര്യത്തിൽ അവർ നീതി പുലർത്തുന്നുണ്ടായിരിക്കാം. അത് പക്ഷെ അഖിൽമാരാര് പറഞ്ഞപ്പോഴും എനിക്കൊരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. പക്ഷെ ഇന്നലത്തെ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബിഗ് ബോസില് ഇവിടെ കണ്ടന്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയുമാണ്. അതായത് ഈ ഇല്ലാത്ത പ്രണയം ഉണ്ട് എന്ന് കാണിച്ചും കുറെ പിടിയും വലിയും കാണിച്ചൊക്കെ അങ്ങനെ ഒരു കണ്ടന്റ് മുന്നിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അവര് തന്നെയായിരുന്നു. അപ്പൊ അവരെ ഔട്ടാക്കി കഴിഞ്ഞാൽ വേറെ കണ്ടന്റ് ഇല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ കണ്ടന്റ് പൊയ്ക്കൊണ്ടിരിക്കവേ ഗബ്രിയ ഇതിൽ നിന്ന് ഔട്ടാക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ്. അപ്പം ഇവര് വോട്ടിന്റെ കാര്യത്തിൽ നീതി കാണിച്ചത് കൊണ്ടാണ് ഗബ്രി ഔട്ടായി പോയത്. കാരണം ഗബ്രിക്ക് വേണ്ടി ഇവിടെ ആരും വോട്ട് ചെയ്യില്ല. ഗബ്രി അങ്ങനെ ജെന്യൂനായിട്ട് കളിക്കുന്ന ആളല്ല. ഗബ്രി ഇന്നൊന്ന് പറയണത് നാളെ വേറെ പറയും. അവന് എപ്പോഴും പറയാനുള്ളത് ജാസ്മിനുമായിട്ടുള്ള പ്രണയത്തിനെ പറ്റി, ഫ്രണ്ട്ഷിപ്പിനെ പറ്റി മാത്രമാണ് പറയാനുള്ളത്. ബിഗ് ബോസ് എന്ന ഗെയിമിനെ പറ്റി കളിക്കാനോ അതിനൊന്നും അല്ല വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ആര് വോട്ട് ചെയ്യും? അപ്പൊ വോട്ട് ചെയ്യൂല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. കാരണം ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യണ ഓരോ വീഡിയോ ക്ലിപ്പിന്റെ താഴെയും ജാസ്മിന്റെയും ഗബ്രിയുടെ ഹേറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ആരും ജാസ്മിന് വേണ്ടിയോ ഗബ്രിക്ക് വേണ്ടി വോട്ട് ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഗബ്രിക്ക് വോട്ട് കിട്ടാതെ ഗബ്രി ഔട്ടായി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഗബ്രി ഔട്ടായപ്പോ എനിക്കതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗബ്രിക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ വോട്ടിന്റെ കാര്യത്തിൽ ഇവർ എന്തൊക്കെയോ സത്യസന്ധത കാണിക്കുന്നുണ്ടെന്ന് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി. വെറും 95% മാത്രമാണ്. 5% എനിക്ക് വിശ്വാസം ഇല്ല തന്നെയാണ്. പക്ഷെ അഖിൽമാരാര് പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വോട്ടിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. വോട്ടിങ്ങിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ വോട്ട് ജനങ്ങൾ ചെയ്തില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഗബ്രി ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതും മനസ്സിലാക്കാം. ഗബ്രി തന്നെയാണ് ഗബ്രി ഇരുന്ന കൊമ്പ് മുറിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പവർ ടീമിൽ നിന്ന് വെളിവന്നുകൊണ്ടൊന്നും അല്ല. ബിഗ് ബോസ് എന്നൊരു വലിയൊരു ഷോ, അല്ലെങ്കിൽ ബിഗ് ബോസ് എന്നുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ എത്രയോ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. വെളിയിരുന്ന് കുറ്റം പറഞ്ഞാലും, വെളിയിരുന്ന് ബിഗ് ബോസ് കൊള്ളൂല എന്ന് പറഞ്ഞാലും, വെളിയിരുന്ന് ബിഗ് ബോസ് മോശം ഷോയാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരു എപ്പിസോഡെങ്കിലും ഒളിച്ചിരുന്ന് കാണുന്ന എല്ലാ മലയാളികളും കാണും. ഒരു എപ്പിസോഡെങ്കിലും കണ്ടിട്ടുള്ള ഒരു 100% ആൾക്കാരെങ്കിലും ഈ കേരളത്തിൽ ഉണ്ടാവും. അപ്പം ആ ഷോയിൽ പങ്കെടുക്കാൻ ചാൻസ് കിട്ടിയാലും പോവാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും പോവുക തന്നെ ചെയ്യും. അപ്പോ അത്രയും വലിയൊരു ചാൻസ് കിട്ടിയിട്ട് ഗബ്രി അവിടെ പോയിട്ട് ജാസ്മിൻ തൊട്ടും തടവി ഇരുന്നപ്പോഴത്തേക്കും ജാസ്മിനിൽ മയങ്ങി വീണ് ജാസ്മിന്റെ പോക്കറ്റിനകത്ത് കയറി ഇരുന്നു പോയി. അതാണ് ഗബ്രി ചെയ്ത തെറ്റ്. നമ്മൾ ബാക്കിയുള്ള ആണുങ്ങളെ എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ സീസൺ 6 ഗബ്രി അല്ലാതെ ബാക്കിയുള്ള ആണുങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കളിക്കാനും നല്ല കാപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഗബ്രി. പക്ഷെ ഗബ്രി അത് മറന്നിട്ട് ജാസ്മിന്റെ സാരിയുടെ ഇടയിൽ കയറി ഇരുന്നും കൊണ്ട് കപ്പ് കിട്ടൂല.
ഇതാണ് പെണ്ണിനെ വിശ്വസിക്കരുതെന്ന് പറയുന്നത്. എല്ലാ പെണ്ണുങ്ങളെയല്ല ഞാൻ പറയുന്നത്. ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അടവ് കാണിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളെ വിശ്വസിക്കരുതെന്ന് പറയണം. കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്റെ മകളിൽ നമ്മൾ മലയാളികൾ ചെയ്യില്ല. ചിലപ്പോൾ നമ്മളെ കേരളം വിട്ട ഉള്ള പെണ്ണുങ്ങൾ എല്ലാവരും ചെയ്യുമായിരിക്കും. കാരണം നമ്മൾ അവരുടെ കൾച്ചർ വേറെയാണ്. പക്ഷെ നമ്മളെ ചോറ് കഴിക്കുന്ന മലയാളികൾ ഒരാണിന് ഒരു വാക്ക് കൊടുത്ത് വെച്ചിട്ട് വേറൊരാണിന്റെ കൂടെ ഇത്രയും കെട്ടിപ്പിടിച്ച് ഇത്രയും സൗഹൃദമാണല്ലോ ഇത്. ഇങ്ങനെ കാണിച്ചിട്ട് തിരിച്ച് ഈ വാക്ക് കൊടുത്തവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അംഗീകരിക്കൂ? ഇല്ല, ഒരിക്കലും അംഗീകരിക്കൂല. അത് ഗബ്രി മനസ്സിലാക്കണില്ല. കമ്മിറ്റഡ് ആണ് ഗൈസ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗബ്രിയെ കൂടുതൽ ഇങ്ങനെയിട്ട് ഇവര് കാണിക്കുന്ന പ്രവർത്തികൾ കംപ്ലീറ്റ് ലവേഴ്സ് കാണിക്കുന്ന പ്രവർത്തികളാണ്. അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ ഗബ്രി പോലും ചിന്തിക്കുന്നില്ല ഇവൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പൊ നാളെ ഗബ്രിയുമായിട്ട് കമ്മിറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ വേറൊരാളുമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ഇത് സമ്മതിക്കും? ഇവ സമ്മതിക്കോ? ഗബ്രി സമ്മതിക്കോ? ഇതൊന്നും ഗബ്രി ചിന്തിക്കാതെയാണ് ഈ ബിഗ് ബോസ് ഹൗസിലെ മണ്ടനെ പോലെ ഇരുന്നത്. സ്വന്തമായിട്ട് തന്നെയാണ് ഇരുന്ന ആ ഒരു രാജകീയ പദവിയിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയാ, വലിയൊരു ചാൻസിൽ നിന്ന് ഗബ്രി സ്വന്തമായിട്ട് തന്നെയാണ് ചീഞ്ഞു നാറി അഴുകിപ്പോയത്. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, നല്ല കഴിവുള്ളതും ക്യാപ്പബിലിറ്റി ഗെയിമിലായാലും എല്ലാ കാര്യങ്ങളിലായാലും നല്ലപോലെ ഉച്ചത്തിൽ സംസാരിക്കാൻ പോലും കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. ഗബ്രിയായിട്ട് തന്നെയാണ് ഗബ്രിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തത്. ഇനി നിങ്ങൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരും 100%. എനിക്ക് തോന്നുന്നുണ്ട് ഇതൊരു കള്ളക്കളിയാണ്, ഇതൊരു പച്ച നാടകമായിരുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആൾക്കാരെ അറിഞ്ഞിട്ടായിരിക്കും വരുന്നത്. നിങ്ങളെ പറ്റി ജനങ്ങൾ എന്ത് പറയുന്നത് അറിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. ഇപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് സീസണിൽ നിങ്ങൾ പുറത്തു വന്നല്ലോ. ഇനി നിങ്ങൾ മൊബൈലിൽ നോക്കും, വീഡിയോസ് കാണും, ഒരുപാട് കാര്യങ്ങൾ അറിയും. ജനങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നതെന്ന് അറിയും. ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്തതെന്ന് അറിയാം. ജനങ്ങൾ എങ്ങനെയാണ് ജാസ്മിൻ എന്നുള്ള ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാവരും അടപടല അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് മാമൻ ഒരു അവസരവും കൂടെ തിരിച്ചിതിലേക്ക് വരാൻ തരാം. അങ്ങനെ ഒരു സാധ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജെന്യുവൻ ആയിട്ട് കളിക്കൂ. എഴുതി വെച്ചു കൊടുത്തിരിക്കുന്ന കപ്പ് പോലും നിങ്ങൾക്കേ കിട്ടുള്ളൂ. ജാസ്മിന് എഴുതി വെച്ചു കൊടുത്തിരിക്കുന്ന കപ്പ് പോലും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത്രയ്ക്ക് നിങ്ങൾക്ക് വെൽ പ്ലേ ചെയ്യാനുള്ള ടാലന്റ് ഉണ്ട്. എന്തായാലും നമുക്ക് ആ നാടകമൊക്കെ ഒന്ന് കാണാം. ഇനി ഗബ്രി ഒരു തിരിച്ചു വരവ് ഉണ്ടാവും എന്നൊക്കെ ഞാനൊരു 95% വിശ്വസിക്കുന്നുണ്ട്. ബാക്കി 5% ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് അങ്ങനെയൊക്കെയുള്ള ഒരു ഫേക്ക് നാടകമാണ്. ഇങ്ങനെയൊക്കെ നാടകങ്ങളൊക്കെ കാണിച്ചാലേ ഈ ഒരു ഷോ മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ ഈ ഒരു സീസണിൽ പെർഫെക്റ്റ് എന്ന് പറയാനൊന്നും അവിടെ ആരെയും കാണുന്നില്ല. അപ്പൊ ഇതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് പറയാം. കുറച്ചൊക്കെ വോട്ടിന്റെ കാര്യത്തിൽ ഇവരെന്തൊക്കെയോ നീതി കാണിക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ സത്യസന്ധത കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് തന്നെയാണ്, അതായത് ജനങ്ങൾ വോട്ട് ചെയ്യാതെ തന്നെയാണ്, ജനങ്ങൾക്ക് ഗബ്രിയെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ജനങ്ങളുടെ തീരുമാനം. അപ്പം അതിൽ നിന്ന് നമുക്ക് ഈ ഒരു എവിക്ഷൻ പ്രക്രിയയിൽ നിന്ന് നമുക്കത് മനസ്സിലായിട്ടുമുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. വീണ്ടും ബിഗ് ബോസിന്റെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.